ഹാലലുയ, പ്രൈസ് ഗോഡ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇപ്രകാരം നമുക്ക് വായിക്കാം. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ വാക്കാണ്. എന്നെ ചിന്തിപ്പിക്കുകയും അതുപോലെ ദുഃഖിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ നൽകി, നമ്മൾക്ക് വേണ്ടി അവൻ സഹിച്ചു. നമ്മളുടെ ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ അവൻ ദാനമായി തന്ന് നമ്മളെ സ്നേഹിച്ചു. ആ പിതാവ് വന്ന് മുട്ടുമ്പോൾ വാതിൽ തുറക്കാതെ അകത്തിരുന്ന് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനാകരുതേ. നിന്നെ വേദനിപ്പിച്ചിട്ട് അപ്പാ എനിക്കൊന്നും നേടണ്ട, എൻ്റെ വാതിൽക്കൽ വന്ന് നീ ഒന്ന് മുട്ടാമോ? നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ, എൻ്റെ കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പല സമയത്തും ബലഹീനതയിൽ പെട്ടുപോയിട്ടുണ്ട്, തകർന്നുപോയ സമയങ്ങളുണ്ട്, പ്രാർത്ഥന കുറഞ്ഞുപോയ നിമിഷങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും എന്നോട് പൊറുക്കണം. ഹല്ലേലൂയ. യേശുവേ, എന്നെ കൈകളിലെടുത്ത് ശക്തമായി ഉപയോഗിക്കണം. ഈ കാലഘട്ടത്ത് അങ്ങയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഒരു മെതിവണ്ടിയായി എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ യേശുവേ, നീ എൻ്റെ വാതിക്കൽ വന്ന് ഒന്ന് മുട്ടാമോ? ഞാൻ നിനക്കായി എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാം. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഓടാം, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇന്ന് നീ ചിലപ്പോൾ തകർന്ന അവസ്ഥയിലായിരിക്കും, നീ തളർന്നു പോയൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ നീ കർത്താവിന് വേണ്ടി ഇന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവെ, നിൻ്റെ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ വാതിൽ തുറക്കാമെന്ന്. നിൻ്റെ ദേശത്ത് നീ തകർന്നതായിരിക്കും, പക്ഷേ നിന്നെ കർത്താവ് നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്നെ ഒരു മാനപാത്രമാക്കി എൻ്റെ കർത്താവ് ഉയർത്തും. കർത്താവിൻ്റെ ശബ്ദത്തിന് നീ ഒന്ന് കാതോർത്താൽ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ഒന്ന് നിന്നു കൊടുത്താൽ, ആ തള്ളിക്കളഞ്ഞെടുത്തവൻ നിന്നെ മൂലക്കല്ലാക്കി നിന്നെ ഉയർത്തും. അതാണ് നമ്മുടെ യേശു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.